Hello, good afternoon. Good afternoon. Good afternoon. ടീച്ചറൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇന്നലെ ആരും ക്ലാസ്സിൽ കയറിയില്ലല്ലോ, അതെന്ത് പറ്റി? റെഗുലർ ആയിട്ട് കയറുന്ന കുറച്ച് പേരുണ്ടല്ലോ, ഒരു 3-4 പേര് ഓൾറെഡി എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്നവരുണ്ട്. ഇന്നലെ ആരെയും കണ്ടില്ല. ഇന്നലെ ഒരൊറ്റ ആള് മാത്രമേ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ, ഒരാള് മാത്രം. ആളെ ഇന്ന് കാണാനും ഇല്ല. പേടിച്ചിട്ടാന്ന് തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്കായി പോവോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. ഇന്ന് ആള് ക്ലാസ്സിലില്ല. എന്ത് പറ്റിയത്? ഇന്നലെ ഡോക്ടറെ അടുത്തേക്ക് പോയിരുന്നു മാം. എന്തോ? മോനെ കാണിക്കാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോയായിരുന്നു. അതെയാ? അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല, ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലാസ് എടുത്തോളൂ. കുറച്ച് ക്ലാസ് എടുക്കാനുള്ള കാരണം ഫുൾ ടൈം ആളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എടുക്കായിരുന്നു. പക്ഷെ ആ കേറിയ ആൾക്ക് അവിടെ എന്തോ നെറ്റ് ഇഷ്യൂ വന്നിട്ട് ആളുടെ ക്ലാസ് കട്ട് ചെയ്ത് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല ഇന്നലത്തെ ക്ലാസ്സില്. നമുക്കൊന്ന് എടുക്കാം. അതുവരെ നമ്മൾ പഠിച്ചിരുത്തിയ ആദ്യത്തെ ഒരു ചാപ്റ്റർ കുറച്ച് കൂടുതലുണ്ട്. മാത്രമല്ല ഇത് നിങ്ങൾക്ക് കുറച്ചധികം പഠിക്കാനും കൂടി ഉള്ളതാണ്. എന്ന് വെച്ചാൽ മനസ്സിലാക്കി ഓരോ ടേമുകള്, ഓരോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകള് അല്ലെ, ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട രോഗങ്ങള്, അസുഖങ്ങള്, അതിന്റെ ട്രീറ്റ്മെന്റുകള്, സർജറീസ് ആണെങ്കിൽ അതിന്റെ പേരുകള്, അതിന്റെ ആരൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, സർജറി ആര് പെർഫോം ചെയ്യുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റിയ ടോപ്പിക് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമയം കുറച്ച് കൂടുതൽ അതിനുവേണ്ടി പോകും. റെഗുലറായിട്ട് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ കയറുന്നവര് റെഗുലറായിട്ട് അത് കയറാൻ നോക്കാട്ടാ. ഫെസ്റ്റിവൽസും ഇതൊക്കെ കഴിയുമ്പോൾ നമ്മള് തൊട്ട് പിറ്റേ ദിവസം നമ്മൾ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങള് ജസ്റ്റ് ഒന്ന് നിങ്ങളെ നമ്മുടെ പോർഷൻസ് തീരില്ല. റെക്കോർഡ് ക്ലാസ് കാണാം, പക്ഷെ ഒരാളെങ്കിലും വരാതെ നമുക്ക് റെക്കോർഡും ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഞാനിവിടെ വെറുതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആള് കഴിഞ്ഞ ദിവസം ക്ലാസ്സിലാകെ കയറിയത് ജലജ മാത്രമാണ്. ആൾക്കാണെങ്കിൽ നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക്, ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എനിക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റിയത്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ 10-15 മിനിറ്റ് മുമ്പേ പുള്ളിക്കാരിയുടേത് നെറ്റ് പോയി. അതുകൊണ്ട് പിന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം കൂടി കാരണം എനിക്ക് ക്ലാസ് വരെയൊക്കെ എടുക്കാൻ പറ്റില്ല. അത്ര തന്നെ പറയണേ. നിങ്ങൾ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ് മൊത്തത്തിൽ എടുത്തു തീർക്കാം. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കാണാമായിരുന്നു. പക്ഷെ അധികം ആയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയുണ്ടായില്ല. ഓക്കെ, ഇങ്ങനെ ഇന്നത്തെ റെക്കോർഡ് വീഡിയോ ഇന്ന് തന്നെ ഇടാൻ പറ്റുമോ? രാത്രി നൈറ്റിനുള്ളില് എന്താണ് ചോദിച്ചത്? റെക്കോർഡ് വീഡിയോ ഇപ്പൊ ഇന്നലെ ക്ലാസ്സിന് കയറാത്തോണ്ട് ഇന്നല്ലേ ഇടുന്നത് റെക്കോർഡ് വീഡിയോ. അത് ഇന്നലെ തന്നെ വീഡിയോ ഇന്നായിരിക്കും രാവിലെ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. ഇന്നലെ തന്നെ അത് ഇടാൻ പറ്റുമോ? ഇന്ന് കഴിയണത് ഇന്ന് തന്നെ? അത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ചോദിക്കട്ടെ. ഇന്നിടുന്ന ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ഇന്ന് തന്നെ ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കണം അല്ലെ? ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ചോദിക്കട്ടെ എങ്ങനെയാണ് അവരുടെ ഇതെന്ന് നമുക്കറിയില്ലല്ലോ. അവര് കൺവീനിയന്റ് ആയിട്ട് അവരുടെ കൺവീനിയൻസ്, അതായത് ടെക്നിക്കൽ ആളുകളാണ് ചെയ്യുന്നത്. അത് കുറെ ക്ലാസ്സുകൾ ഇങ്ങനെ കുറെ ബാച്ചസ് ഉണ്ടല്ലോ. അപ്പൊ ഇതുവരെയും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ് നാളെ രാവിലെ. അപ്പൊ നാളെ രാവിലെ നിങ്ങൾ ക്ലാസ്സിൽ, നമുക്ക് ഉച്ചയ്ക്കാണല്ലോ ക്ലാസ്, 1:30 to 3:30 ആണല്ലോ. അപ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടു തീർക്കാമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ഇട്ടേക്കണേ. മനസ്സിലായി? അത് കണ്ടിട്ട് ഇതിലേക്ക് കയറാം. ചോദിക്കാം, എന്നാലും പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞതുകൊണ്ട് സജഷൻ ഞാൻ അവിടെ പറഞ്ഞേക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OPD സർവീസസിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന OPD സർവീസസ്, ഒരുപാട് OPD സർവീസസ് ആർ അവൈലബിൾ ഇൻ എ ഹോസ്പിറ്റൽ. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് കാഷ്വാലിറ്റി, കാർഡിയോളജി, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, നെഫ്രോളജി, ന്യൂറോളജി, അനസ്തേഷ്യോളജി, പ്ലാസ്റ്റിക് സർജറി, ജനറൽ മെഡിസിൻ, ENT, ഇയർ നോസ് ത്രോട്ട്, ഡെർമറ്റോളജി, എൻഡോക്രൈനോളജി, അങ്ങനെ ഒരുപാട്, ജെറിയാട്രിക്സ്, ഒബ്സ്റ്റട്രിക്സ് അല്ലെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു.
അപ്പൊ അതൊക്കെ ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റും ഏതൊക്കെ രീതിയിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് ഇന്ന ഒരു പ്രോബ്ലം നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിന് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. ചിലതൊക്കെ ഡയറക്ട്ലി നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ സാധിക്കും. എന്നാൽ ചിലത് ബൈ ദ റെഫറൻസ് ബൈ എനി ഫിസിഷ്യൻ, ഏതെങ്കിലും ഒരു ഫിസിഷ്യൻ റെഫർ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ചില ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ നേരിട്ട് പോകില്ല. ഉദാഹരണത്തിന് നെഫ്രോളജി ഒക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു. അതായത് ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില ന്യൂറോളജി ഒക്കെ അങ്ങനെയാണ്. ന്യൂറോളജി ഒക്കെ ഞരമ്പ് സംബന്ധമായ നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നെർവ് സിസ്റ്റം പലതുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ നെർവ് സിസ്റ്റം. അപ്പൊ അത് ഏതിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ ഒരു അബ്നോർമാലിറ്റി നമ്മുടെ ശരീരത്തിൽ വന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിസിഷ്യൻസിന് റെഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റില് പ്രധാനമായിട്ടും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ ഈസ് ഡിവൈഡഡ് ബ്രോഡ്ലി ഇൻടു 3. മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആ 3 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അല്ലെ. അതില് നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. നൗ വി ആർ ഗോയിങ് ടു see what is supportive department, what are the supportive departments in a hospital. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചെടുത്തുള്ളൂ, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി എടുക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർക്ക് വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരാളെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ ബിഗിനിങ് ഓഫ് ദിസ് ടോപ്പിക്, ഈ ഒരു ടോപ്പിക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു വിച്ച് ആർ ദ സപ്പോർട്ടീവ് സിസ്റ്റം ഓഫ് എ ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതാണ്? നമുക്കറിയാം ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ടു ട്രീറ്റ് പീപ്പിൾ അല്ലെ. പീപ്പിളിനെ ട്രീറ്റ് ചെയ്യുക, ഇൽനെസ് ആയിട്ടുള്ള, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ഇൽനെസ്സുമായിട്ട് വരുന്ന രോഗികളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എനി ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലിന്റെ. പക്ഷേ ഈ ഒബ്ജക്റ്റീവ് പ്രൈമറി ഇതാണെങ്കിലും there are some departments which supports these departments. അതായത് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫോർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓർ ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷനിങ്, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. that are known as supportive departments. അവരെയാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് വിളിക്കുക. അതായത് അവിടെ ട്രീറ്റ്മെന്റ് ഡയറക്ട്ലി നടക്കുന്നില്ല. സോ ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഡിസീസുമായിട്ട് വരുന്ന രോഗികളെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, പോകുന്നു, ഇത്രയല്ല. ഇത് കൂടാതെ മറ്റത് പല കാര്യങ്ങളും നമുക്കൊരു ഹോസ്പിറ്റലുമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഇടപെടേണ്ടി വരും അല്ലെ, നമുക്ക് ഫംഗ്ഷൻ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ഒരു ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ വരാം. മെയിൻ ഓഫ് ദ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, hospital pharmacy, medical records, housekeeping, dietary service department, IT and communication, medical social service MSW എന്ന് പറയാം, physiotherapy, medical maintenance and engineering, purchasing department or material management. ഇങ്ങനെയാണ് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ അകത്തുണ്ട്. പക്ഷെ നമ്മൾ ഡയറക്ട്ലി നമുക്ക് ഇവിടെ ഒന്നും ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവരുമായിട്ട് ഇടപെടേണ്ടി വരുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഇവരുമായിട്ട് ഫംഗ്ഷൻ ചെയ്യേണ്ടി വരും. ആൻഡ് നമ്മൾ വിചാരിക്കും ഇത്രയും സാധനങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റൽസിൽ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഏതൊരു സാധാരണ ഒരു ഹോസ്പിറ്റൽസിൽ നമുക്ക് ഈ ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന ഫംഗ്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ്, ഏതാണ് ആദ്യത്തേത്? ക്ലിനിക്കൽ ലബോറട്ടറി. ക്ലിനിക്കൽ ലബോറട്ടറീസ്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ നിന്ന് കേൾക്കണതിന് പ്രോബ്ലം ഉണ്ടോ പറയുന്നത്? ഇല്ല, കുഴപ്പമില്ല. നല്ല എനിക്ക് സൗണ്ട് ഉള്ളതുകൊണ്ടാണ്. ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു നേരത്തെ ബിൽഡിങ്ങിൽ നിന്ന്. അപ്പൊ പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നപ്പോ എന്തൊക്കെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന്റെ കുറച്ച് സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് എനിക്കറിയാം. അതുകൊണ്ട് പക്ഷെ എന്റെ സൗണ്ട് കുറച്ച് അധികമായതുകൊണ്ട് കേൾക്കാൻ പറ്റും തന്നെയാണ് വിശ്വാസം. കേൾക്കണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ് ഫസ്റ്റ് സപ്പോർട്ടീവ് സർവീസ്. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി? എന്താണ് ക്ലിനിക്കൽ ലബോറട്ടറിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് അവിടെ നടക്കുക?
ലാബ് ടെസ്റ്റുകളാണ്. വെരി ഗുഡ്. ലാബ് ടെസ്റ്റുകളാണ്. അത് നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് ബ്ലഡോ യൂറിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ്സോ എടുത്തിട്ട് ലാബിൽ വെച്ചിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ട് ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തി ഫോർ ദ ഫർദർ ട്രീറ്റ്മെന്റ്. നമുക്ക് ഏത് അസുഖമാണ്, നമുക്കിപ്പോ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു രോഗം മരുന്ന് കൊണ്ട് കഴിച്ചിട്ട് മാറാതെ ആകുമ്പോഴാണ് ഈ ലാബ് ടെസ്റ്റിലേക്ക് അടുത്ത ഒരു റെഫറൻസ് ഡോക്ടേഴ്സ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പനി വരുന്നു, ഒരു പ്രാവശ്യം പനി വരുന്നു, ചെല്ലുമ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്തോ ഒന്നും പറയാറില്ല. ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് നമുക്ക് മരുന്നുകളൊക്കെ തന്നുവിടുന്നു. ഡോക്ടേഴ്സ് അത് കുറിച്ചിട്ട് നമ്മളത് ഫാർമസിയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെഡ്യൂസിങ്, അത് കുറയുന്നില്ല എങ്കിൽ മാത്രം ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വീണ്ടും വരാനായിട്ട് ആവശ്യപ്പെടും. അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് കുറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ വന്ന് കാണിക്കുന്നു പറയും. അത് അക്കോർഡിംഗ് ടു ദ ഡോക്ടേഴ്സിന്റെ ഇതനുസരിച്ചിട്ട് അവർ നമ്മളോട് ആവശ്യപ്പെടും. മരുന്ന് കൊണ്ട് കഴിച്ചു കഴിഞ്ഞു നമുക്ക് മാറിയെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പോകുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാറി എന്നുള്ള രീതിയിലിരിക്കും. എന്നാൽ മാറിയില്ലെങ്കിലോ നമ്മൾ വീണ്ടും കുറച്ച് മരുന്ന് കഴിക്കുമ്പോൾ കുറവുണ്ട്, പക്ഷെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. സോ പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ഇത്രയും മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞിട്ടില്ല എങ്കിൽ മേ ബി ഇത് സിംറ്റംസ് ഓഫ് എനി അതർ ഡിസീസ്, മറ്റേതെങ്കിലും രോഗത്തിന്റെ സിംറ്റം ആണെന്ന് മനസ്സിലാക്കി they will prefer some എന്താ പറയാ ടെസ്റ്റ്, അവർ എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് പ്രിഫർ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറയാ ഈ പറയുന്ന ടെസ്റ്റുകളാണ് എവിടെ നടക്കുന്നത്, ക്ലിനിക്കൽ ലബോറട്ടറീസിൽ നടക്കുക. ആൻഡ് ദ മെയിൻ 6 ഫീൽഡ്സ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ലാബ് ടെസ്റ്റിൽ വരുന്ന പ്രധാനമായിട്ടുള്ള 6 ഫീൽഡുകൾ എന്ന് പറയുന്നത് ഓക്കെ. അപ്പോ നമ്മളുടെ മെയിൻ 6 ഫീൽഡ്സ് ഓഫ് ലാബ് ടെസ്റ്റുകളാണ് സാധാരണ ലാബിലെ ടെസ്റ്റുകൾ നടത്തുന്ന 6 മെയിൻ ഫീൽഡുകളാണ്. ഒന്ന് ബാക്ടീരിയോളജി, അടുത്തത് ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. മറക്കണ്ട, 6 മെയിൻ ഫീൽഡ് ഓഫ് ലാബ് ടെസ്റ്റുകൾ, ക്ലിനിക്കൽ ലാബ് ടെസ്റ്റുകൾ നടക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഈ 6 മേഖലയാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് 6 മെയിൻ ഫീൽഡ്സിൽ 6 എണ്ണം തന്നില്ലെങ്കിലും വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലിനിക്കൽ ലാബ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് 2-3 എണ്ണം ഒക്കെ അതിൽ നിന്ന് തരും. ചിലപ്പോൾ വേറെ ഇതിനകത്ത് പെടാത്തത് ഒരെണ്ണം തരും. അപ്പൊ അല്ലെങ്കിൽ ഇതിനകത്ത് പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഈ 6 മെയിൻ ഫീൽഡ് മറക്കണ്ട, പേരുകൾ മറക്കണ്ട: ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഇനി ഇതെന്തിനു വേണ്ടിയിട്ടാണ്? വൈ ദിസ് ക്ലിനിക്കൽ ലാബ് ടെസ്റ്റ് ആർ പെർഫോംഡ്? ഇറ്റ് ഈസ് ടു അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ്, അതായത് മെഡിക്കൽ സ്റ്റാഫിനെ അസിസ്റ്റ് ചെയ്യുക ഇൻ മേക്കിംഗ് ആൻഡ് കൺഫേമിംഗ് ദ ട്രീറ്റ്മെന്റ്. അതായത് എന്ത് ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുക്കണം എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റുകൾ നടത്തുക. ഇതിൽ ഏതെങ്കിലും മേഖലകളിൽ അക്കോർഡിംഗ് ടു ദ ഡിസീസ്, നമ്മുടെ ഇൽനെസ് ഡിസീസുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ഇന്ന ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്നത്. അപ്പൊ ആ ടെസ്റ്റുകൾ നടക്കുന്നതിന്റെ അല്ലെങ്കിൽ അത് നടത്തുന്നത് എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിൻ ആയിട്ട് ടു ഹെൽപ്പ് ദ ഫിസിഷ്യൻസ് ഓർ മെഡിക്കൽ സ്റ്റാഫ് ടു ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ് ആൻഡ് പ്രിവെന്റ് ദ ഡിസീസ് ഓഫ് ദ പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യുക, അത് കണ്ടെത്തുക, അത് ട്രീറ്റ് ചെയ്യുക, അതിനെ പ്രിവെന്റ് ചെയ്യുക. വരാതിരിക്കാനായിട്ട് കൂടി ആണ് അല്ലെ. പിന്നീട് അത് വരരുത് എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഈ ഒരു കാര്യമാണ് ക്ലിനിക്കൽ ലാബിൽ നടക്കുക. അപ്പൊ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറീസ് ഈസ് ടു മേക്ക് ക്ലിനിക്കൽ ലാബ് ടെസ്റ്റ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രവർത്തനം എന്ന് പറയുന്നത് ക്ലിനിക്കൽ ലബോറട്ടറീസിലെ ക്ലിനിക്കൽ ലാബ് ടെസ്റ്റുകൾ നടത്തുകയാണ്. അതിന്റെ മെയിൻ ഫീൽഡുകളാണ് നമ്മൾ പറഞ്ഞത്: ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി,
ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് സച്ച് ടെസ്റ്റ്, എന്തിനാണ് ഈ ഒരു ടെസ്റ്റുകൾ നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് ഫോർ ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. അതായത് രോഗത്തിന്റെ നിവാരണം നടത്തുക, അതിനെ ട്രീറ്റ് ചെയ്യുക, പിന്നെ മാത്രമല്ല അത് ഇല്ലാതെ ആക്കുക, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, ഇനി വരാതിരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ റേഡിയോളജിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ ലാബുകളില് നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് ബ്ലഡ്, യൂറിൻ, മറ്റു ഫ്ലൂയിഡ്സ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. എന്താണ് ആളുടെ രോഗം, രോഗത്തിന്റെ കാരണങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ആൻഡ് റദർ ദാൻ ദാറ്റ്, അതിനേക്കാൾ ഉപരി ഇനി അത്തരം കാര്യങ്ങളുടെ മാത്രമല്ല ടെസ്റ്റിങ്ങൾ നടക്കാം. എന്താണ് റേഡിയോളജി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ടു അസിസ്റ്റ് ദ ഫിസിഷ്യൻ ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് ഇൽനെസ് ബൈ യൂസിങ് റേഡിയോഗ്രാഫി. അതായത് റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ്, പിന്നെ മാത്രമല്ല ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ആക്സിലറേഷൻ, ഈ പറയുന്ന റേസ് കടത്തിവിട്ടിട്ട് ശരീരത്തിലേക്ക് അകത്തേക്ക് നമ്മുടെ ഇന്നർ പാർട്സിലേക്ക്, ശരീരത്തിനകത്തേക്ക് ഈ പറയുന്ന ചെറിയ, നമ്മൾ നേരത്തെ കണ്ടതാണ് റേഡിയോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ച് ഫോട്ടോസ്, ചെറിയ അതിനു വേണ്ടിയിട്ട് ഫിസിഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ക്യാമറാസ് ഉണ്ട് ഇന്നത്തെ കാലത്തൊക്കെ. അപ്പൊ അത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ആന്തരികമായിട്ടുള്ള പല അവയവങ്ങളുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാനും, എന്താ പറയാ, ചില അസുഖങ്ങൾക്ക് ഫ്ലൂയിഡ്സ്, ബ്ലഡ് ടെസ്റ്റ് ഒന്നും പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ അകത്തേക്കുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നത്? റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, പിന്നെന്താണ് റേഡിയോ ഐസോടോപ്സ്, പിന്നെ ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. ബൈ ദീസ് ടെക്നിക്സ്, ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് റേഡിയോളജിയിൽ ഡയഗ്നോസിസ് നടത്തുക, നിവാരണം, എന്ത് രോഗമാണെന്ന് മനസ്സിലാക്കുന്നത് ഈ രീതിയിലാണ്. ആൻഡ് ദ മെയിൻലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്, ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇവര് അതിന് വേണ്ടിയിട്ട് ഇത്തരം ഡയഗ്നോസിസ് നടത്താൻ വേണ്ടിയിട്ട് പല എക്യുപ്മെന്റുകൾ, പല ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എക്സ്റേ മെഷീൻ, CT സ്കാൻ മെഷീൻ, MRI സ്കാൻ മെഷീൻ, എക്കോ കാർഡിയോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ, ഇങ്ങനെ പറയുന്ന കുറച്ച് മെഷീൻസ് ഒക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എക്സ്റേ നമുക്കറിയാലോ അല്ലെ, എക്സ്റേ മെഷീൻ ഒക്കെ എല്ലാവരും ജസ്റ്റ് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിലും എക്സ്റേയുടെ റൂമെങ്കിലും കണ്ടിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ ബോർഡില് അല്ലെ, എക്സ്റേ എന്ന് വെച്ചാൽ ഓടി അങ്ങോട്ട് തള്ളി കയറാനൊന്നും നമുക്ക് പറ്റില്ല. അതിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. അതിന് അവര് പറഞ്ഞാൽ മാത്രം അതിനൊരു പ്രോപ്പർ രീതിയിലൊക്കെയാണ് കയറുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താ പറയാ എക്സ്റേസിലൂടെ, ചില ഫ്രാക്ചേഴ്സ്, നമ്മുടെ കൈക്കോ കാലിനൊക്കെ ഫ്രാക്ചേഴ്സ്, പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയാ ചെസ്റ്റിന്റെ ഉള്ളിൽ, ഹാർട്ടിന്റെ അകത്തൊക്കെ എന്തെങ്കിലും തരത്തില് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എക്സ്റേ ഉപയോഗിക്കും. അപ്പൊ എക്സ്റേ മെഷീൻ ഉണ്ട്. അതുപോലത്തെ ഒരു മെഷീനാണ് നമ്മുടെ അവിടെ പുറത്തുനിന്ന് എടുത്തിട്ടല്ല അവിടെ ടെസ്റ്റ് ചെയ്യണം. പുറത്തുനിന്ന് എടുത്തുന്ന ടെസ്റ്റ് ആണ് ലാബ് ടെസ്റ്റിംഗ്. അത് ക്ലിനിക്കൽ ലബോറട്ടറീസിലാണ് നടക്കുക. ശരീരത്തിനകത്തുള്ള കാര്യങ്ങൾ റേസ് ഉപയോഗിച്ച്, റേഡിയോഗ്രാഫി ഉപയോഗിച്ച്, ഫ്ലൂറോസ്കോപ്പി ഉപയോഗിച്ച്, ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ ഉപയോഗിച്ച് പുറത്തേക്ക് നമ്മൾ അതിന്റെ ഇമേജിങ് എവിടെയെങ്കിലും മോണിറ്ററിലോ മറ്റു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ എക്സ്റേയുടെ അറിയാലോ, എക്സ്റേ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു ഷീറ്റിലാണ്, ഒരു ബ്ലാക്ക് കളർ ഒരു ഷീറ്റിലാണ് എന്താ പറയാ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, അതിനകത്ത് നമ്മുടെ ആ ഒരു ഏത് പാർട്ടിന്റെ ആണോ എക്സ്റേ എടുക്കുന്നത് അത് നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും. അത് നോക്കിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡോക്ടേഴ്സിന്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ എക്സ്റേ മെഷീൻസിനെ പോലെ തന്നെ CT സ്കാൻ മെഷീൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മൾ. ഇപ്പൊ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാം, ഒരു ഹോസ്പിറ്റലിൽ CT സ്കാൻ മെഷീൻ, MRI സ്കാൻ, ഫുൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലും MRI സ്കാൻ ഒക്കെ ചെയ്തിട്ടാണ് ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ എക്കോ കാർഡിയോഗ്രാം, അത് നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആണ് എക്കോ കാർഡിയോഗ്രാം. ദെൻ അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ, അതും അതുപോലെ തന്നെ ഈ പറയുന്ന എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ ഒക്കെ MRI സ്കാൻ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയോ? അതിനകത്ത് നിന്നൊക്കെ ഒരു ഹൈ വോൾട്ടേജ് റേസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ചിലതിനൊക്കെ കുറച്ച് ഇഞ്ചക്ഷൻസ് ഒക്കെ വേണ്ടി വരും, ഇഞ്ചക്ഷൻ തന്നിട്ടായിരിക്കും. അപ്പൊ ഇതിന് ഇഞ്ചക്ഷൻസ് പെയിൻഫുൾ ആണ്. ഈ റേസ് ആർ മോർ ഹാംഫുൾ ടു അവർ ഹെൽത്ത്, നമ്മുടെ ശരീരത്തിന് കുറച്ച് ഹാംഫുൾ ആണ്. പല റേസ് കുറെ ഒരുപാട് പ്രാവശ്യമൊക്കെ
ഒരാള് എക്സ്റേസ് അധികം എടുക്കുന്നത് നല്ലതല്ല എന്ന് പറയും. കാരണം ഇത് റേസ് മുഴുവൻ നമ്മുടെ ശരീരത്തിലോട്ടാണ് ഈ കടന്നു പോണത് അല്ലെ. അപ്പൊ ഈ ഹൈ വോൾട്ടേജ് ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഈ റേസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് നമുക്ക് രോഗത്തിന് നിവാരണം നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ഇറ്റ് ഹാവ് സം സൈഡ് ഇഫക്ട്സ്, അതിന് ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതില്ലാതെ എന്താ പറയാ, ചില പുതിയ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ പുതിയ ഒരു മൊഡാലിറ്റിയിൽ ഒരു പുതിയ ടെക്നിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വിതൗട്ട് യൂസിങ് ദിസ് റേസ് ആൻഡ് ഇഞ്ചക്ഷൻസ്, അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ടെക്നിക്ക്, ഒരു ടെക്നോളജി, ഒരു എക്യുപ്മെന്റ് നമുക്ക് ഇതുപോലെ റേഡിയോളജി വിഭാഗത്തിലുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന പല പ്രോബ്ലംസും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ കളർ ഡോപ്ലർ ഉപയോഗിക്കുന്നുണ്ട്. വിച്ച് ഹെൽപ്സ് ദ ഡോക്ടേഴ്സ് ടു ഡയഗ്നോസിസ് ആൻഡ് ടു ട്രീറ്റ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അകത്തുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കുറച്ച് എന്താ പറയാ നല്ല രീതിയിലുള്ള, അതായത് അധികം സൈഡ് ഇഫക്റ്റ് വരാത്ത രീതിയിൽ, എക്സ്റേസും ഇഞ്ചക്ഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് സൈഡ് ഇഫക്റ്റുകൾ ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ വരുന്നുണ്ട്. അതില്ലാതെ വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റേഡിയോളജി ടെസ്റ്റ് ആണ് എന്ന് വിളിക്കുന്നത് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. ക്ലിയർ ആയോ? റേഡിയോളജി, ക്ലിനിക്കൽ ലബോറട്ടറി രണ്ടും വ്യത്യസ്തമാണ്. ക്ലിനിക്കൽ ലാബില് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. റേഡിയോളജി നമ്മുടെ ശരീരത്തിനകത്തേക്ക് റേസ് കടത്തിവിട്ട് റേസിലൂടെ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് കളർ ഡോപ്ലറിലൂടെയോ ഒക്കെ ഡയഗ്നോസിസ് ചെയ്യുന്നു, എന്താണ് രോഗം എന്ന് കണ്ടെത്തുന്നു. ക്ലിയർ ആണോ? ഇത് രണ്ടും ആണോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എഴുതാം. 2-3 വാക്കുകൾ നമുക്ക് ഒന്ന് എഴുതി വെക്കണം. ഒന്ന് ഫ്ലൂറോസ്കോപ്പി എഴുതി വെക്കാം കേട്ടോ. റേഡിയോഗ്രാഫി നമ്മൾ നേരത്തെ എഴുതിയ റേഡിയോ ഐസോട്ടോപ്സ് ഉപയോഗിച്ചു, അത് റേസ് തന്നെയാണ്. ഇതിനകത്തൊക്കെ റേസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫ്ലൂറോസ്കോപ്പി ഈസ് എ ടൈപ്പ് ഓഫ്, എന്താണെന്നൊന്ന് മെൻഷൻ ചെയ്ത് എഴുതി വെച്ചേക്കാം കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് മെയിൻ ഹെഡിങ് ചെയ്ത, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് റേഡിയോളജി എന്ന് സബ് ഹെഡിങ് ചെയ്ത, അതിന്റെ താഴെ ഫ്ലൂറോസ്കോപ്പി എഴുതാം കേട്ടോ. റേഡിയോളജിയിൽ വരുന്ന ഒരു എന്താ പറയാ ടെക്നിക്കാണ്, അല്ലെങ്കിൽ പേഷ്യന്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നിക്കാണ് ഫ്ലൂറോസ്കോപ്പി. അതാന്ന് എഴുതി വെക്കാം. ഈസ് എ type of medical imaging that shows continuous X-ray, continuous CONTINOUS, continuous X-ray image on a monitor, continuous X-ray image on a monitor, 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 like a X-ray movie, MOBIE. അതായത് മറ്റേത് എക്സ്റേ മെഷീനിൽ നമുക്ക് ഒരു ഫോട്ടോ പോലെ ഇങ്ങോട്ട് തരും അല്ലെ, നമുക്ക് തരും. അവർ അത് ഫിസിഷ്യൻസിലേക്ക് കൈമാറുമ്പോൾ they can understand what is the problem, എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും അല്ലെ. പെല്ലുകളൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുക, ജോയിന്റ് അകന്നിരിക്കുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. വയസ്സാകുമ്പോ കുറെ പേർക്കൊക്കെ ഇങ്ങനെ വേദനയൊക്കെ വരുമ്പോ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോ ഡിസ്കിന് തേയ്മാനുണ്ടോ അതുണ്ടോ അതൊക്കെ നോക്കുന്നതൊക്കെ എക്സ്റേ മെഷീൻസിന്റെ സഹായത്തോടെ എക്സ്റേ എടുത്തിട്ടാണ്. ഇത് എന്താ പറയാ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്, അത് ഒരു മോണിറ്ററിൽ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു മോണിറ്ററിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സ്റേ ഇങ്ങനെ കടത്തിവിടും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റേസ് എടുത്തിട്ട് അതിങ്ങനെ ഇമേജ് ചെയ്യും മോണിറ്ററിൽ. അപ്പൊ ഒരു മൂവി പോലെ 1 by 1 ആയിട്ട് പെട്ടെന്ന് അത് മൂവ് ചെയ്യിക്കുമ്പോൾ അതൊരു മൂവി എന്ന് പറഞ്ഞാൽ ഒരു പടം, ഒരു സിനിമ പോലെ, ഒരു വീഡിയോ പോലെ ഇങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോരും. അതാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എക്കോകാർഡിയോഗ്രാം. Echocardiogram, ECHOCARDIOGRAM, echocardiogram. Hyphenated data is used to examine, EXAMINE, examine the heart. ഹാർട്ടിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ. Used to examine the heart by using ultrasound. Ultrasound കടത്തിവിട്ടിട്ടാണ്, ആ സൗണ്ട് നോക്കിയിട്ടാണ്. ഓക്കെ, അതാണ് എക്കോകാർഡിയോഗ്രാം.
ഒരെണ്ണം കൂടിയുണ്ട്, അൾട്രാസൗണ്ട് ഓർ കളർ ഡോപ്ലർ. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എഴുതാൻ പറ്റുന്നുണ്ടോ അശ്വിനി? ഓക്കെ. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്താണെന്ന് എഴുതി വെക്കാം. ഈസി ടെക്നോളജി. ഈസി ടെക്നോളജി കുറച്ചുകൂടി എളുപ്പമാണ്. ഈസി ടെക്നോളജി ബൈ ഡോക്ടേഴ്സ് with Doppler's ultrasound, with Doppler's ultrasound, which helps the doctors to see what is going on inside your body. To see what is going on inside your body. To see what is going on inside your body without x-rays and injections. Without x-rays and injections. എക്സ്റേയും ഇഞ്ചക്ഷൻസും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അൾട്രാസൗണ്ട്, ഡോപ്ലർ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് എന്താ പറയാ ഡോക്ടേഴ്സ് രോഗനിവാരണം നടത്തുന്ന ഒരു പുതിയ ടെക്നോളജി. മാത്രമല്ല ഇറ്റ്സ് ആൻ ഈസി ടെക്നോളജി. എളുപ്പമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. അപ്പൊ നമ്മളിപ്പോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് CSSD, ദാറ്റ് ഈസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. CSSD അതിന്റെ ഫുൾ ഫോം പഠിച്ചേക്കണം. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, നമുക്ക് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അതായത് സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ. എന്താ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായാലും മീനിങ്? സ്റ്റെറിലൈസേഷൻ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ പേര് പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ പേരിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു അണുവിമുക്തമാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇവിടെ എന്തായിരിക്കും അണുവിമുക്തമാക്കണ്ടേ? CSSDയില് എന്തായിരിക്കും അണുവിമുക്തമാക്കണ്ടേ? ഒന്നും അണുവിമുക്തമാക്കാനില്ലേ? അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമില്ലല്ലോ. യെസ്, അത് തന്നെയാണ്. ഒരു ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സ്മോൾ ആൻഡ് ബിഗ് ലാർജ് ടൂൾസ് ഒക്കെ ഉണ്ട് അല്ലെ. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ്, ടൂൾസ് ഒക്കെ ഉണ്ട്. ഐ മീൻ എന്താ പറയാ, സിസേഴ്സ്, അത് പണ്ടൊക്കെ നീഡിൽസും അങ്ങനെ ചെയ്തിരുന്നു സ്റ്റെറിലൈസ്. ഇപ്പൊ അങ്ങനെയല്ല, വൺ ടൈം യൂസ് ആണല്ലോ, ഡിസ്പോസിങ് ഇതിലുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ചെറുതും വലുതും ഓപ്പറേഷൻസിൽ ഉപയോഗിക്കുന്ന, പ്രൊസീജിയേഴ്സിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ ഫ്രം ടൈം ടു ടൈം ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ്. അതൊക്കെ അണുവിമുക്തമാക്കണം. കാരണം അറിയാം, നമുക്ക് ഒരേ രോഗവുമായിട്ട് വരുന്ന രോഗികളല്ല ഒരു ഹോസ്പിറ്റലിൽ അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസുമായിട്ടായിരിക്കും അവിടെ ഹോസ്പിറ്റൽസിലെ രോഗികൾ വരിക. അപ്പൊ ഇപ്പൊ നമുക്ക് ഇല്ലാത്ത രോഗങ്ങളുമായിട്ട് വെറുതെ വീട്ടിൽ പോകണ്ടല്ലോ അല്ലെ. നമ്മൾ ഇല്ലാത്ത വേറെ ഏതെങ്കിലും രോഗവുമായിട്ട് ചെറുപ്പം, പക്ഷെ പല രോഗങ്ങളുമായിട്ട് നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻസിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളെല്ലാം എന്ത് ചെയ്യണം? ഫ്രം ടൈം ടു ടൈം ഇറ്റ് ഷുഡ് be kept clean. അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾ ഒരാളെ കൊണ്ടുവന്ന് അത് കൊണ്ടുവന്നിട്ട് ആളുടെ രോഗം മാറാൻ വേണ്ടി വന്നേ, പക്ഷെ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ ആ രോഗത്തെ ഇല്ലാതെ ഇൻഫെക്ഷൻസ് തടയാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽസിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഫ്രം ടൈം ടു ടൈം ക്ലീൻഡ് ആൻഡ് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്തിരിക്കണമെന്നാണ്. ഇനി ഇതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഹാസ് ടു ഫോളോ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ഫോർ സ്റ്റെറിലൈസിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. മെഡിക്കലിൽ ഉപയോഗിക്കുന്നതും സർജറിക്ക് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ
എങ്ങനെ ക്ലീൻ ചെയ്യണം, എപ്പോ ക്ലീൻ ചെയ്യണം, ആഫ്റ്റർ ഏത് യൂസിന് ശേഷമാണ് എന്നൊക്കെ അവരുടെ ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സിലുണ്ട്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ് അനുസരിച്ച് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാനും ഒരു സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു കടമ ഹോസ്പിറ്റൽസിനുണ്ട്. ആൻഡ് ദിസ് ഈസ് ഡൺ ബൈ ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ചില വലിയ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു ഹോസ്പിറ്റലിനോളം വലുപ്പമുള്ള രീതിയിൽ ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം കേട്ടോ. അതിപ്പോ നമുക്കിവിടെ കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ CSSD എന്താണെന്ന് വെറുതെ നമ്മൾ എഡിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ അതിന്റെ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഒരു വലിയ ഏരിയ, ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു വലിയ ഹോസ്പിറ്റൽസിന്റെ തന്നെ അത്രയും ഏരിയാസ് കവർ ചെയ്യുന്ന രീതിയിൽ. അതായത് ഇതിങ്ങനെ ഓരോ ക്യാബിൻസ് പോലെയാണ്. ഒരു ക്യാബിനിൽ കൂടെ അവിടെ ക്ലീൻ ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ അത് തരംതിരിച്ച് അത് ക്ലാസിഫൈ ചെയ്യണം. അതിന് ഈ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു വലിയ ചാപ്റ്റർ തന്നെ പഠിക്കാൻ കിട്ടും. അപ്പൊ നിങ്ങൾ അവിടെ എന്തായാലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പൊ ഇതൊക്കെ അറേഞ്ച് ചെയ്തപ്പോ സിസേഴ്സ് ഒക്കെ കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒരുമിച്ച് അങ്ങനെ എല്ലാം ഓരോ സെക്ഷനായിട്ട് തരം തിരിച്ച് സോർട്ട് ചെയ്തൊക്കെ വെച്ച് ഒരു എന്താ പറയാ ഒരു എൻട്രൻസിലൂടെ ഒരു എൻട്രി ഉണ്ടായിരിക്കും. ആ എൻട്രി പാസേജിലൂടെ അവർ കടത്തി വെച്ച് അത് അവിടെ നിന്ന് കടത്തി വെച്ച് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അത് റിസീവ് ചെയ്യുന്നത് എക്സിറ്റിംഗ് ഒരു വഴിയിലായിരിക്കും. നമ്മള് എന്താ പറയാ ചില ഇതിലൊക്കെ കയറൂലേ, നമ്മള് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഇതിനകത്തൊക്കെ കയറില്ലേ, അപ്പൊ അടച്ചുമൂടിയതായിരിക്കും. അപ്പൊ ഒരു വഴി കൂടി നമ്മൾ എൻ്റർ ചെയ്തു, മറ്റൊരു വഴി കൂടി നമ്മൾ എക്സിറ്റ് ചെയ്യും. അതുപോലെയാണ്. അപ്പൊ ഇതിങ്ങനെ കവർ ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ക്ലീൻ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു, ചൂടാക്കുന്നു, അണുവിമുക്തമാക്കുന്നു. ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു എക്സിറ്റ് വഴി വേറെ ഉണ്ടായിരിക്കും. അവിടെ നമ്മളത് റിസീവ് ചെയ്യാനായിട്ട് ഇരുന്നാൽ മതി. അപ്പൊ അത് നമ്മൾ അവിടെ റിസീവ് ചെയ്യുന്നു. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കാര്യങ്ങളാണെന്ന് അവിടെ സോർട്ട് ചെയ്ത് മാറ്റി അവരവരുടെ കാര്യങ്ങളൊക്കെ അത് നെയിമോ അല്ലെങ്കിൽ അവരുടെ കോഡിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. കോഡ് ചെയ്ത് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാനുള്ളത് സെപ്പറേറ്റ് ചെയ്ത് അവിടെ ക്ലാസിഫൈ ചെയ്തൊക്കെ വെക്കും. മനസ്സിലായി? അതാണ് ഈ CSSD-കാര് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റുകാരുടെ ഡ്യൂട്ടി അതാണ്. അവരിത് കൊണ്ടുവന്ന് അവര് കഴിവൊന്നും വേണ്ട, വൃത്തിയാക്കൊന്നും വേണ്ട. അതിനൊരു വലിയ ഒരു എന്താ പറയാ ഇതൊരു മെക്കാനിക്കലി മെഷീൻസിന്റെ സഹായത്തോടെ ഇത് ഫുള്ള് ചെയ്യുന്നുണ്ട്. ഓരോന്നോരോന്നെടുത്ത് കഴുകുക എന്നുള്ളത്, അത് ചൂടാക്കുക, മുട്ടമാക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ഹ്യൂമൻ ബീയിങ്സിന് അല്ലെങ്കിൽ മെക്കാനിക്കലി ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് സമയം പിടിക്കുമല്ലോ, ലാഗ് ആകും. കാരണം ഇത് എപ്പോഴെപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. അപ്പൊ ഒരു പെയറൊന്നും ആയിരിക്കില്ല, കുറച്ച് കൂടുതൽ പെയർസ് ഉണ്ടായിരിക്കും. എന്നാലും എപ്പോഴാണ് പെട്ടെന്ന് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. സോ അതിന് ടൈം കൺസ്യൂമിങ് അധികം എടുക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എളുപ്പം ചെയ്യേണ്ടതായതുകൊണ്ട് അത് ഇന്ന് അതിന് ടെക്നോളജീസ് ഉണ്ട് ഇതൊക്കെ എന്താ പറയാ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിസ്റ്റം അവര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കേണ്ട ഒരു ഹെൽപ്പ് മാത്രമേ മനുഷ്യൻ അവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് അത് റിസീവ് ചെയ്യുന്നോട്ടും ആള് മതി. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ CSSD കണ്ടതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ഹോസ്പിറ്റൽസിൽ വലിയ തോതിൽ ഈ ഒരു പ്രക്രിയ ഒരു പ്രോസസ് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണിക്കുന്നത് കാണാം. ഫോട്ടോസും ഉണ്ട്, വീഡിയോസും ഉണ്ട് കേട്ടോ. നോക്കിയേക്കാം. അപ്പൊ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസിംഗ് ദ ഇൻസ്ട്രുമെന്റ്സ് ഓർ ടൂൾസ്, എക്യുപ്മെന്റ്സ് to avoid the spread of diseases throughout the hospital. ഹോസ്പിറ്റലിലുടനീളം ഡിസീസസ് പടരാതിരിക്കാനും അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹോസ്പിറ്റലിൽ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. And the next department is housekeeping. രണ്ട് തമ്മിലെ ക്ലാഷ് ആകരുത്. ഹൗസ്കീപ്പിംഗ് വേറെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് വേറെ. രണ്ടും ഒന്ന് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഇവിടെ ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യുക? ദേ കീപ് ഇൻ ചാർജ് ഓഫ് ക്ലീനിങ് ആൻഡ് എന്താ പറയാ ക്ലീനിങ് ദ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ ഫ്ലോർസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ ഹൗസ് കീപ്പിംഗില് അല്ല നമ്മളുടെ അവിടുത്തെ എക്യുപ്മെന്റുകളും ടൂൾസും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ക്ലീൻ ചെയ്യുന്നതും സ്റ്റെറൈൽ ചെയ്യുന്നതും അത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിലാണ്. ഹോസ്പിറ്റലിന്റെ തറയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ഹോസ്പിറ്റൽസിലേക്ക് ചെല്ലുമ്പോൾ ചില ചേച്ചിമാരൊക്കെ ഇങ്ങനെ തുടയ്ക്കാനും തൂക്കാനും, ഇന്നൊക്കെ കുറെ സ്ഥലത്ത് മെഷീൻസും ഉണ്ട് ഇതില്ലേ. ആ മെഷീൻസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത്
മൂവ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി, അത് തന്നെ ക്ലീൻ ചെയ്യും വാക്വമായിട്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ മെഷീൻസിന്റെ സഹായത്തോടെ എല്ലാതെയും ഒക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗ്. മാത്രമല്ല ഇതിനകത്ത് ഇറ്റ് ഇൻവോൾവ്സ് ദ ലോണ്ടറി ക്ലീനിങ്ങും ഇതിനകത്ത് പെടുന്നുണ്ട്. അതായത് ഹോസ്പിറ്റൽസിന്റെ റൂംസിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള എന്താ പറയാ, അവിടെ യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബെഡ് കവറുകളോ ബെഡ്ഷീറ്റ്സോ പില്ലോ കവേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒക്കെ വെക്കുന്നതും ഹൗസ് കീപ്പിങ്ങിന്റെ ഭാഗമാണ്. അതൊക്കെ നീറ്റ് ആക്കുക, അതായത് എല്ലാം ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് മാറ്റി അടുത്തത് വേറെ ഒരെണ്ണം റിപ്ലേസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതാണ്. ഇനി ഡിസ്പോസിങ് ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഇനിയിപ്പോ ഇവര് ക്ലീനിങ് വിഭാഗത്തിലായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ എന്തുണ്ടാകും, നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യുമല്ലോ, വീട് ക്ലീൻ ചെയ്യുമ്പോൾ എന്തുണ്ടാകും, തീർച്ചയായിട്ടും there will be waste. അവിടെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ വേസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ വീടുകളിലാവുമ്പോൾ എന്താ ചെയ്യുക, അത് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രൊസീജിയർ നമ്മളുടെ കയ്യിൽ ഉണ്ടാകണം. അതിന് അല്ലാതെ നമ്മളുടെ വേസ്റ്റ് കൊണ്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ആരും കാണാതെ അങ്ങനെയല്ലല്ലോ അല്ലെ. നമ്മളുടെ വേസ്റ്റ് എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ ചിന്തിക്കണം. അത് വളരെ കാര്യമായ രീതിയിൽ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവകരം അല്ലാത്ത രീതിയിലും ഒക്കെ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയാലോ. അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽസിലും there will be waste when it is cleaned. അവിടെ എല്ലാ റൂംസ് ഒക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ there will be waste. And ഈ വേസ്റ്റുകളെല്ലാം തന്നെ it should be disposed according to the strict hospital disposal procedures. എങ്ങനെയാണോ ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ വളരെ നിർബന്ധമായിട്ട് കർശനപരമായിട്ടും അത് ഡിസ്പോസ് ചെയ്തിരിക്കണം. അല്ലാതെ ഇതെല്ലാം കൂടി കൂട്ടിവെച്ചിട്ട് ചില ആളുകളൊക്കെ ചെയ്യൂല്ലേ, വീടുകളിൽ ഒക്കെ ഭയങ്കര അധികം വേസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ചില ചെറിയ ചെറിയ ബിസിനസ് നടത്തുന്ന ആൾക്കാരൊക്കെ വീടുകളിൽ കുറച്ച് കൂടുതൽ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. രാത്രിയാകാൻ നോക്കിയിരിക്കും, ആരുടെയെങ്കിലും ഒരു 2 വീലറിലൊക്കെ കയറിയിട്ട് ആരെങ്കിലും പുറകിൽ എടുത്തിട്ട് കൊണ്ടുപോയി എവിടെയെങ്കിലൊക്കെ റിവർ സൈഡിലോ അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തോ കൊണ്ടുപോയി. നമ്മളിപ്പോ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അങ്ങനെ കാണാം. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. റോഡിലൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു ചെറിയ കിറ്റുകള്, അപ്പൊ എന്തുകൊണ്ടിട്ടാണ്, വേറെ ഒന്നുമല്ല, ഇതൊക്കെ തന്നെ വേസ്റ്റ് തന്നെയാണ്. അല്ലാണ്ട് വേറെ എന്താ പറയാ, നമ്മൾ വഴി കിടന്ന് അത് കിട്ടി ഇത് കിട്ടി എന്ന് പറയുന്ന പോലത്തെ സാധനമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളായിരിക്കും ഇങ്ങനെ കെട്ടിയിട്ട് പൊളിത്തീൻ കവറിൽ കെട്ടിയിട്ടുണ്ട്, അവിടെ സൈഡിൽ കെട്ടിയിട്ടുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് പോയി, പക്ഷെ അത് ഒരു പബ്ലിക് ഒരു എന്താ പറയാ ഒരു ഇതിലേക്കാ പോകുക, പൊല്യൂഷനിലേക്കാ പോകുക അല്ലെ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ഇൻസൈഡ് ദ കോമ്പൗണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് നമ്മുടെ കോമ്പൗണ്ടിലാണ്. അതെങ്ങനെ വേണമെന്ന് നമ്മൾ ചിന്തിച്ച് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ. അത് ചിലതൊക്കെ കത്തിക്കാൻ പറ്റാത്തതുണ്ട്, കത്തിക്കാൻ പറ്റാത്തത് എന്ത് ചെയ്യണം. ഇന്നിപ്പോ ഹരിത കർമ്മ സേന എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ പ്ലാസ്റ്റിക് ഷുഡ് ബി ഡിസ്പോസ്ഡ് ടു ദം. അവർക്കാണ് നമ്മളത് കൈമാറുക. അതെല്ലാം നമ്മൾ കൂട്ടിവെക്കും. വൺസ് ഇൻ എ മന്ത് അവര് നമ്മുടെ വീടുകളിൽ എത്തുന്നു, അവരത് കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ കത്തിക്കേണ്ട വീട്ടില്, നമുക്ക് അത് കത്തിക്കാനുള്ള അധികാരമില്ല. അതിൽ നിന്ന് വരുന്ന സ്മോക്ക് ഇറ്റ്സ് ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത്. നമ്മുടെ ശരീരത്തിന് അപകടകരമാണ്, അതുകൊണ്ട് തന്നെ ഹാർംഫുൾ ആണ്, അധികം ശ്വസിക്കാനൊന്നും പാടില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോ ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് മാത്രമേ അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് നടക്കുക? Housekeeping department are responsible for keeping the hospital atmosphere neat and clean. അല്ലെ, ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി. മാത്രമല്ല അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ലോണ്ടറി ആൻഡ് ക്ലീനിങ് ഓഫ് ഓൾ റൂംസ്. എല്ലാ റൂംസും ക്ലീൻ ചെയ്യുക, ലോണ്ടറിക്ക് കൊടുക്കുക, തുണിയൊക്കെ കഴുകാനോ വൃത്തിയാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. മാത്രമല്ല ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. മെഡിക്കൽ വേസ്റ്റുകൾ എന്തൊക്കെയാണെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക അക്കോർഡിംഗ് ടു ദ സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സ്ട്രിക്ട് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് മാത്രം അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തില്ല എന്നല്ല, ഞാൻ കുറച്ചു നേരം എടുത്തു. ആളുകൾ അധികം ഇല്ലാത്തത് കൊണ്ട് ആരാണ്ടായിരുന്നു. മൂന്നാമത് ആള് വന്നത് ആരാ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഹലോ. ഇന്നലെ കഴിഞ്ഞ ദിവസം മൺഡേ നമ്മള് ഈസ്റ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് 2 ദിവസം അവധിയായിരുന്നു. അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയായിരുന്നു മൺഡേ. അപ്പൊ ആരും അധികം ക്ലാസ്സിലുണ്ടായിരുന്നില്ല, ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം എനിക്ക് അധികം ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഇതൊരു വലിയ ചാപ്റ്റർ ആണ്, മാത്രമല്ല കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്ററാണ്. അതുകൊണ്ട് പോർഷൻസ് നമ്മുടെ കവറാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകാണ്. എന്നാലും മനസ്സിലാകായി ഉണ്ടെങ്കിൽ പറയണം എന്ന്. ഓക്കെ,
ദെൻ അടുത്തതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്, കാറ്ററിംഗ് എന്നും പറയാം. ഇതാണ് ഡയറ്ററി. ഫുഡ് സപ്ലൈ എന്ന് തന്നെ അതന്നെ നമുക്കറിയാം. ഡയറ്ററി ഫുഡ് സർവീസസ് ഇൻ പേഷ്യൻസിനും വിസിറ്റേഴ്സിനും ഫാമിലി മെമ്പേഴ്സും ഒക്കെ കൂടെ ഉണ്ടാവുമല്ലോ. ചില ഹോസ്പിറ്റലിൽ പേഷ്യൻസിന്റെ ഒപ്പം നിൽക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ. അവർക്കും മാത്രമല്ല ഹോസ്പിറ്റൽസിലെ സ്റ്റാഫ്സിനും ആർക്കൊക്കെയാണോ ഫുഡ് വേണ്ടത് അവർക്കൊക്കെ വളരെ ന്യൂട്രീഷ്യന്റ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ്. ചിലപ്പോൾ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ബേസിസിൽ ഇവർക്കൊക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓർ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഓക്കെ, ചിലപ്പോഴൊക്കെ ഇല്ലേ ഈ പേഷ്യൻസിന് എല്ലാ മരുന്നുകളൊന്നും ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ഫുഡ് അക്കോർഡിംഗ് ടു ദ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ അവര് അറേഞ്ച് ചെയ്യും. അതനുസരിച്ചിട്ട് വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ വന്നിട്ട് എന്താ പറയാ മെനു ഒക്കെ തയ്യാറാക്കിയിട്ട് അവര് പോകും. അപ്പൊ പോകുമ്പോ പേഷ്യന്റിനുള്ളതാണെങ്കിൽ ചിലപ്പോ ഡോക്ടറിന്റെ റെഫറൻസോട് കൂടി അല്ലെങ്കിൽ ഡയറ്റീഷ്യന്റെ റെഫറൻസോട് കൂടി ആയിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകളൊക്കെ അതിന്റെ മെനു തയ്യാറാക്കുക. അപ്പോ എന്താ പറയാ ഈ നഴ്സിംഗ് സർവീസസ് പേഴ്സണൽ അവർക്കും അതെ, പേഷ്യൻസിന് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും അവിടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി he or she is responsible for the ordering. ഇനി ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുകളാണ് under the supervision of all other staffs engaged in the preparation. അതായത് ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ ഇടയ്ക്ക് പോയി ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. ഇവരൊക്കെ വളരെ ഹൈജീനിക് ആയിട്ടാണോ ഫുഡ് പ്രിപ്പയർ ചെയ്യണത്? കാരണം it is to be supplied to the patients first. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇത് ആദ്യം സപ്ലൈ ചെയ്യേണ്ടത് പേഷ്യൻസിനാണ്. പേഷ്യൻസ് എന്ന് പറയുന്ന രോഗികൾക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. അവര് രോഗികളാണ്, രോഗികൾക്ക് രോഗങ്ങളും പലതരത്തിലുള്ള എന്താ പറയാ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എഫക്ട് ചെയ്യും. അത് എഫക്ട് ചെയ്യാതിരിക്കാനായിട്ട് സൂപ്പർവിഷൻ നടത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഡയറ്റീഷ്യൻ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വളരെ ഹൈജീനിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഫുഡ്. മാത്രമല്ല ഡെലിവർ ചെയ്യുന്നവരും വളരെ ഹൈജീനിക് ആയിട്ടാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ എന്താ പറയാ ഉറപ്പുവരുത്താൻ ആര് ഉത്തരവാദിയാണ്? ഡയറ്റീഷ്യൻസ് ഹു ആർ ഇൻ ചാർജ് ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻസിന് ഇതിനൊക്കെ ചുമതലയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൈകളിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. കാരണം അത് ഉണ്ടാകാം, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഓൺ ഓർഡറിംഗ് ദ സപ്ലൈസ് ആൻഡ് സൂപ്പർവിഷൻ. അത് ഫുഡ് ഓർഡർ ചെയ്യാനും അത് സപ്ലൈ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യാനും ശ്രദ്ധിക്കണം. വെറുതെ ഓർഡർ ചെയ്തിട്ട് അവിടെ കൈ കെട്ടി എവിടെയെങ്കിലും പോയി ഇരുന്നാൽ പോരാ. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ പോയി എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ, പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമൊക്കെ വളരെ വൃത്തിയുള്ളതാണോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണോ, അല്ലാതെ മോശമായ സ്ഥലത്തിട്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ആളുകൾക്ക് കൊടുക്കുന്നത്, പഴകിയതൊക്കെ ഉണ്ടോ, ഇരിക്കുന്നുണ്ടോ, അത് തന്നെ വീണ്ടും ഉണ്ടാക്കിയിട്ടാണോ കൊടുക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് അറേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണോ? Okay, so the next one is medical social service or medical social work അല്ലെങ്കിൽ MSW എന്ന് നമുക്ക് അതിനെ ഷോർട്ട് ആക്കി പറയാം. ഇന്നൊരു വൈഡ് റേഞ്ച് ഓഫ് ഒരു എന്താ പറയാ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഒരു ടോപ്പിക് ആണ് ഈ MSW. ഇതിന്റെ ഒരു കോഴ്സുകളൊക്കെ തന്നെയുണ്ട്. ചില ആളുകളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് പുറത്തേക്കൊക്കെ പോയിട്ട് ഒരുപാട് എന്താ പറയാ മെഡിക്കൽ ഫീൽഡിൽ തൊട്ടടുത്ത് നിന്നുകൊണ്ട് സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യുന്ന ഒരു വർക്കാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ വർക്ക് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് ഡീൽസ് വിത്ത് എ ബ്രോഡ് റേഞ്ച് ഓഫ് എന്താ പറയാ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അതായത് സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്, അതായത് നമ്മുടെ സൈക്കോളജിക്കൽ അല്ല സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്, അതായത് മാനസികപരമായിട്ട് സാമൂഹ്യപരമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോ പേഷ്യന്റ് തന്നെ പോകുമ്പോഴോ പേഷ്യന്റിന്റെ ഫാമിലീസ് ആയിട്ട് ഒത്തിരി കുറച്ച് എമർജൻസി ആയിട്ടുള്ള ആളുകളൊക്കെ ആരെങ്കിലുമൊക്കെ കൂടിയായിരിക്കും പോകാം. നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ വി മേ ഫേസ് മെനി ഡിഫിക്കൽട്ടീസ് അല്ലെ. ഒരു ഡോക്ടറെ കാണുക എന്നതിനേക്കാൾ ഉപരി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ ഇത്തരം പ്രോബ്ലംസിനെയൊക്കെ ഒരു പരിധി വരെ നമ്മളെ എന്താ പറയുക എഫക്ട് ചെയ്യും. അത് നമ്മുടെ സ്ട്രെസ്സിലേക്ക് പോകും, അത് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. അപ്പൊ ഇത്തരം രോഗത്തിനേക്കാൾ ഉപരി ഇത്തരം സ്ട്രെസ് കൂടി നമുക്ക് പുറമേ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മളുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. അത് നമ്മുടെ മാത്രമല്ല കൂടെ വരുന്നവരുടെ ഒക്കെ അവരെല്ലാവരും സ്ട്രെസ്സിലായി പോകും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ
ഡിപ്പാർട്ട്മെന്റ് അഡ്രസ്സസ് ദ ചാലഞ്ചസ് ഫാമിലീസ് ഫേസ്. അതായത് ഫാമിലീസും അതേപോലെ തന്നെ പേഷ്യൻസും ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള ചാലഞ്ചസ്, വെല്ലുവിളികളെയൊക്കെ നേരിടാനും അവരുടെ ഹെൽത്ത് കെയർ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പല രീതിയിൽ സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ട്, ചുരുക്കി പറഞ്ഞാൽ ദേ സെർവ്സ് ആസ് എ ബ്രിഡ്ജ്, ഒരു പാലം പോലെ. ആരുടെ ഇടയിൽ പാലം തന്നെ നമ്മൾ ഉപയോഗിക്കാം, ഇവിടെ നിന്ന് ഒരറ്റത്തുനിന്ന് അപ്പുറത്തേക്ക് കടക്കാനാണ് അല്ലെ. രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് പാലം, ഈ കരയിൽ നിന്ന് അപ്പുറത്തേക്ക് കര. അപ്പൊ ഇവിടെ രണ്ട് കരകൾ എന്ന് പറയുന്നത് ഒന്ന് ഡോക്ടറും ഒന്ന് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരൊക്കെ ആയിരിക്കാം രോഗവുമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ഈ ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ അടുപ്പിച്ചു കൊടുക്കുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് MSW അല്ലെങ്കിൽ മെഡിക്കൽ സോഷ്യൽ വർക്ക്സ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ടാകാം, മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകാം, സ്ട്രെസ് ഉണ്ടാകാം. ഇത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതലുള്ളൂ, കാരണം നമുക്ക് കിട്ടേണ്ട ഫെസിലിറ്റീസ് അവിടെ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡിപ്രസ്ഡ് ആകും അല്ലെ. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അന്നേരം അത്തരം സന്ദർഭങ്ങളിൽ ഈ പറയുന്ന ആളുകൾ നമ്മളെ സഹായിക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു കരുത്താണ്, ഒരു താങ്ങാണ്, ഒരു തണലാണ് എന്നൊക്കെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മെഡിക്കൽ സോഷ്യൽ സർവീസസ്. അതായത് പേഷ്യൻസ്, ഫാമിലി മെമ്പേഴ്സ് ഓർ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട്, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതിനെയൊക്കെ കോപ്പപ്പ് ചെയ്യാനായിട്ട്, അതിനെയൊക്കെ എന്താ പറയാ തരണം ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഹെൽപ്പ് ചെയ്യും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ സമീപിക്കാം എന്ന്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്തത് ഏതാ ഡിപ്പാർട്ട്മെന്റ്? അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താ? സ്ക്രീനിൽ നോട്ട് കാണുന്നില്ലേ? ഫിസിയോതെറാപ്പി. യെസ്, ഫിസിയോതെറാപ്പി ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്. 7th one ഫിസിയോതെറാപ്പി. ഇതും നമുക്ക് സാധാരണ കാണുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ് ആണ്. കൂടുതലും റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട പേഷ്യൻസ് ആണ് ഇവിടെ കിടത്തിയിട്ടൊക്കെ ചില ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എന്താ പറയാ മാറാത്ത വേദനകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാം. അപ്പൊ റീഹാബിലിറ്റേറ്റ് ചെയ്ത പേഷ്യൻസിനെ കിടത്തിയൊക്കെ ചികിത്സിക്കേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മിക്കവാറും ചില ഹോസ്പിറ്റൽസിൽ ഇത് അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മളോട് അത് പുറത്ത് എവിടെയെങ്കിലും ചില ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് പുറത്ത് നമുക്ക് അതിന്റെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞൊക്കെ തരും നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അവര് റെഫർ ചെയ്യും ഇന്ന സ്ഥലത്തേക്ക്. ഇത് എന്താ പറയാ, മോസ്റ്റ്ലി ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇത് കൂടുതലും ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ആണ്, ലിങ്ക്ഡ് ആണ്. കാരണം എന്താ, എന്തിന്റെയാ ഓർത്തോപെഡിക്സ് ഏത് ഡിപ്പാർട്ട്മെന്റാ? ബോൺസ് ആണ്, മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം ആണ് അല്ലെ. നമ്മുടെ മസിൽസ്, അതുപോലെ ബോൺസ്, സ്കെലിറ്റൺ, ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഉള്ള സ്ഥലമാണ് ഓർത്തോപെഡിക്സ്. അപ്പൊ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഈ ഫിസിയോതെറാപ്പിക്ക് ഭയങ്കര എന്താ പറയാ ഒരു ലിങ്കിങ് ഉണ്ട്. കാരണം ഈ എല്ലിന് അല്ലെങ്കിൽ ഇതിനൊക്കെ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, അത് അല്ലെങ്കിൽ വേദനകൾ, ഇതൊക്കെയാണല്ലോ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റാൻ പറ്റുക. അപ്പൊ ഇതാണ്. ഇനി ഈ ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഹീലിംഗ് തെറാപ്പീസ്. ഒരുപാട് ബോഡി ഹീലിംഗ്, അതായത് വേദനകളൊക്കെ അകറ്റി, അല്ലെങ്കിൽ എല്ലുകൾക്ക് അകൽച്ച, അസ്ഥികൾക്ക് ക്ഷയം ഒക്കെ, ക്ഷതം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സംഭവിച്ചവരൊക്കെ ഹീൽ ചെയ്യാനുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് എന്താ പറയാ രോഗ നിവാരണങ്ങളാണ് ഇവിടെ നടക്കുക. അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽസിലേക്ക് ഇത്തരം ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവർക്ക് ഫിസിയോതെറാപ്പിയിലൂടെ അവരെ പേഷ്യൻസ് ക്യാൻ റെസ്യൂം ആസ് ദെയർ നോർമൽ ഫംഗ്ഷൻ, അവരെ നോർമൽ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ പണ്ടത്തെ പോലെ തന്നെ ആക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ്. ഇനി ഔട്ട് പേഷ്യന്റ് സർവീസസും ഇൻപേഷ്യന്റ് സർവീസസും ഈ ഒരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണ്. ഇൻപേഷ്യൻസ് മാത്രമല്ല കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും വന്ന് പോകാൻ പറ്റുന്നവരാണെങ്കിലും ഓക്കെ, ഇവിടെ കിടക്കുന്നതിന്റെ പൈസ കൂടി കൊടുക്കേണ്ടി വരില്ല. ഹോസ്പിറ്റൽസിലേക്ക് നമ്മൾ റൂംസ് ഒക്കെ എടുക്കുമ്പോൾ അതിനൊത്തിരി പൈസയൊക്കെ ആകും അല്ലെ. അപ്പൊ വേണമെങ്കിൽ ഡെയിലി പോയി വരാൻ പറ്റുന്ന അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ കാലിനൊന്നും പ്രശ്നമില്ല എങ്കിൽ നടന്നൊക്കെ വീട്ടിൽ പോയി അല്ലെങ്കിൽ വണ്ടിക്കൊക്കെ കയറി പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി പോയിട്ട് വന്നാൽ മതി. അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അതാണ് ഔട്ട് പേഷ്യന്റ് കൊടുക്കുന്നുണ്ട്, ഇൻപേഷ്യൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പി ബോത്ത് ടൈപ്സ് അവൈലബിൾ ആണ്. ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് അവൈലബിൾ ആണ്. ക്ലിയർ ആയോ? ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക്ഡ് ആണ് ഫിസിയോതെറാപ്പി? ഓർത്തോപെഡിക്സ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ്, അടുത്തതാണ് ഫാർമസി. നമുക്ക് ഈ ചാപ്റ്റർ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ കേട്ടോ. ഈ ഫാർമസി ഒക്കെ കുറച്ച് വലിയ ചാപ്റ്റർ ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ CSSD ഉണ്ട്, MSW ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഓരോന്നും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് അറിയാം. അടുത്ത ഫാർമസിയാണ്. ഫാർമസി
നമുക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ കൂടി വിത്തൗട്ട് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ കനോട്ട് ഫങ്ഷൻ വെൽ അല്ലെ, നല്ലൊരു രീതിയിൽ എന്താ പറയാ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് പറ്റില്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക്. എന്താ അത് ഫാർമസി, എന്താ ഫാർമസി? മരുന്ന് കിട്ടുന്ന സ്ഥലം, അതന്നെ പറഞ്ഞു, മരുന്ന് കിട്ടുന്ന സ്ഥലം. മരുന്ന് എന്തായാലും കിട്ടുന്ന സ്ഥലം വേണമല്ലോ. ക്ലിനിക് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽസിൽ എന്തായാലും നിർബന്ധമായിട്ട് വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. ക്ലിനിക്സ് ആണെങ്കിൽ കുഴപ്പമില്ല. ക്ലിനിക്സ് ആകുമ്പോൾ ഫാർമസി ഉണ്ടാവും നിർബന്ധമില്ല. ഡോക്ടർ ഇങ്ങനെ എഴുതി തരും അല്ലെ, മരുന്ന് എഴുതി തരും. നമ്മൾ തൊട്ടടുത്ത് ആ ഡോക്ടർ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഡോക്ടർ റെഫർ ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകൾ ആ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് കിട്ടുള്ളൂ. കാരണം അവിടെ വന്നു പോകുന്ന ആളുകളൊക്കെ മെഡിക്കൽ റെപ്പുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് കൊടുക്കുന്ന മരുന്നുകൾ ഈ ഒരു മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് കൂടി അവര് സപ്ലൈ ചെയ്യുന്ന രീതിയിൽ കൊടുക്കാൻ പറയും. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവിടെ നിന്ന് ആളുകൾക്ക് വാങ്ങിക്കാം. നിയറസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മരുന്ന് കൊണ്ട് ചെല്ലുമ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ ഇറങ്ങി ആ തൊട്ടടുത്ത് കാണുന്ന മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ എന്തൊക്കെ മരുന്നുണ്ടോ അതൊക്കെ അവിടെ കിട്ടും. അതേസമയം കുറച്ചങ്ങോട്ട് നീങ്ങി കുറെ ദൂരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് അടുത്തുനിന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ വണ്ടിയൊക്കെ കയറി പോയി അടുത്തുനിന്ന് വാങ്ങി ചിലപ്പോൾ ഈ മരുന്ന് തന്നെയല്ല, ഇതിന്റെ തന്നെ വേറെ കമ്പനി ഉണ്ടെന്ന് പറയും ചിലപ്പോൾ. കാരണം എന്താ, അവിടെ ഒരു കൊളാബാണ് കേട്ടെ. അപ്പൊ ആ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന മരുന്നുകൾ വേറെ കമ്പനിയുടേതായിരിക്കും. സെയിം മരുന്ന് ഇഫക്റ്റ് ഒന്ന് തന്നെയാണെങ്കിലും കമ്പനി മേറ്റ് ഡിഫറൻസ്, കമ്പനി ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ. ഫാർമസി എന്ന് പറയുന്നത് ഒരു വെൽ എക്യുപ്ഡ് ഫാർമസി ഈസ് വെരി എസെൻഷ്യൽ ടു എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല ഒരു എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസി ഉണ്ടാകണം. അതായത് വിച്ച് സപ്ലൈസ് ഓർ വിച്ച് പ്രൊവൈഡ്സ് ദ ഡ്രഗ്സ് ഫോർ ദ എൻറ്റയർ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലേക്ക് മുഴുവൻ വേണ്ട ഡ്രഗ്സ് എക്യുപ്പ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫാർമസി ഉണ്ടാകണം. ഇന്ന മരുന്നിനെ ഇത് ഇവിടെ ഇല്ല, അടുത്ത മരുന്ന് ഇത് അതിവിടെ ഇല്ല, അങ്ങനെ പറയരുതെന്ന്. ഏത് മരുന്ന് കൊടുക്കാനും അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളുമായിട്ട് ആളുകൾ വരാം എന്ന് ഫോർകാസ്റ്റ് ചെയ്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ദേ ഷുഡ് ബി എക്യുപ്ഡ് ദീസ് ഡ്രഗ്സ്. ആ ഡ്രഗ്സ് ഒക്കെ അവിടെ കൊണ്ടുവന്ന് എക്യുപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി പേഷ്യൻസിന് ഇവിടെ എന്താ പറയാ, ഫാർമസി നോട്ട് ഓൺലി പ്രൊവൈഡ്സ് മെഡിക്കേഷൻ, മരുന്നുകൾ മാത്രമല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുക ഫാർമസികൾ. പിന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യും? ഡ്രഗ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ്സ്. ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകളും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഡ്രഗ്സ്, എന്താ പറയാ, ഇപ്പൊ അനസ്തീഷ്യ കൊടുക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്യുപ്മെന്റുകൾ, ഇപ്പൊ ഗ്ലൗസ് അല്ലെങ്കിൽ സർജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് വേണ്ട ചെറിയ ചെറിയ ഉപകരണങ്ങൾ, അങ്ങനെയുള്ള എല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കും. സർജറീസ് നടത്താനും പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും എന്താ പറയാ അവൈലബിൾ ആകണം എന്തില്, നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ. ഹോസ്പിറ്റൽ ഫാർമസി വിൽ ബി റൺ ബൈ എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റുകളായിരിക്കും ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമുക്ക് നോക്കാം. എന്തൊക്കെ സർവീസസ് ആണ് ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്നത്? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതായത് ഒരു ഹോസ്പിറ്റൽസിലേക്ക് വേണ്ട മരുന്നുകളൊക്കെ പർച്ചേസ് ചെയ്യുക, അത് ആളുകൾക്ക് കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. മരുന്നുകളും മരുന്ന് മറ്റു ചില ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ചില എന്താ പറയാ, എപ്പോഴും ശ്വാസതടസ്സമൊക്കെ വരുന്ന കുട്ടികൾക്ക് നെബുലൈസ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റുകൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ചില ഇൻസ്ട്രുമെന്റ് അതാണ് ഫാർമസ്യൂട്ടിക്കൽസ്. പിന്നെ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്, മരുന്നുകൾ കിടപ്പ് രോഗികൾക്ക് കൊടുക്കും, പുറത്തുള്ളവർക്കും കൊടുക്കും. ഇത് രണ്ടും ഫാർമസിയിൽ കിട്ടുന്ന സേവനമാണ്. ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി, ഓരോ ക്ലിനിക്കൽ ഫാർമസി എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ. പിന്നെ മാത്രമല്ല അവിടെ വാർഡിലൊക്കെ രോഗികൾ എടുക്കുന്നുണ്ടാവുമല്ലോ, വാർഡുകളിൽ ഓരോ വാർഡിലും ഉണ്ടാവുമല്ലോ. മെറ്റേണിറ്റി വാർഡിലുണ്ടാകാം, സാധാരണ രോഗങ്ങൾക്കുള്ള വാർഡിലുണ്ടാകും, കുട്ടികളുടെ വാർഡുണ്ടാവും. അപ്പൊ അവിടേക്കൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഇവിടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Doctors are usually given a set of procedures of medications by the pharmacy to use as a guide. ഇനി ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്ന അറിയാമോ, ഒരു എപ്പോഴും അവര് എഴുതുമ്പോ മരുന്ന് എഴുതുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ ഫാർമസിയിൽ നിന്നും എന്തൊക്കെ മരുന്നുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഒരു ലിസ്റ്റ് ഇടയ്ക്ക് ഡോക്ടേഴ്സ് കൊടുക്കും. അപ്പൊ അവർക്കറിയാം, ഡോക്ടേഴ്സ് വൈൽ ദേ ഗിവ് ദ ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ഈ മരുന്നുകളൊക്കെ എഴുതുന്ന സമയത്ത് എന്ത് മരുന്ന് എഴുതാമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് നോക്കിയിട്ടാണ്. അപ്പൊ അത് അവർക്ക് ഒരു ഗൈഡ് ആയിട്ട് നോക്കും.
അപ്പൊ ഫാർമസിയിൽ ഒരു ഗൈഡായിട്ട് പ്രവർത്തിക്കും ആരുടെ? ഡോക്ടറിന്റെ. കാരണം ഇവിടെ ഇന്ന മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇന്ന കമ്പനിയുടെ അത് തീർന്നു, ഇനി ഈ കമ്പനിയുടെ ഏതാണ് ഇരിക്കുന്നത്. സോ ദേ ക്യാൻ ടേക്ക് ദ സ്റ്റോക്ക്. ആ ഫാർമസിസ്റ്റുകൾ സ്റ്റോക്ക് ഒക്കെ നോക്കിയിട്ട് അതേ രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് ആ മരുന്ന് എഴുതാം. ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് അവിടെ ഉണ്ട്, മറ്റൊരു മരുന്നാണെങ്കിൽ അത് അവിടെ ഇല്ല, അപ്പൊ അത് എഴുതരുത്. അതിന് പകരം ഏതെങ്കിലും വേറെ മരുന്നുകൾ ഇൻസ്റ്റഡ് അതിന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കണം എഴുതി കൊടുക്കട്ടെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഫാർമസിയാണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. ഫാർമസിക്കാർ അതൊക്കെ ശ്രദ്ധിക്കണം. ഡോക്ടേഴ്സ് മരുന്ന് എഴുതുന്നതിന് മുമ്പ് അല്ലാതെ മരുന്ന് എഴുതി ഇവിടെ കൊണ്ടുവന്നു അയ്യോ ഈ മരുന്ന് ഇവിടെ ഇല്ല എന്ന് ഫാർമസിസ്റ്റ് പറയാൻ പാടില്ല. കാരണം ബിഫോർ ദാറ്റ് ദേ ഹാവ് ടു ഇൻഫോം ഇറ്റ് ഇൻ ടു ദ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന് അതിനുള്ള ഇൻഫർമേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഫാർമസി എന്ന് പറയുന്നത്. ഫാർമസി എന്ന് പറയുന്നത് ഒരു വെൽ എക്യുപ്ഡ് ആയിരിക്കണം ഒരു ഹോസ്പിറ്റൽസിൽ. ആൻഡ് ദേ ഷുഡ് പ്രൊവൈഡ് ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഹോൾ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് വെച്ചിട്ട് അത് ഫുള്ളി എക്യുപ്ഡ് ആയിരിക്കണം. മെഡിക്കേഷൻസ് മാത്രമല്ല ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ഡ്രഗ്സ് ആൻഡ് അതർ ഇൻസ്ട്രുമെന്റ്സ്. പല മെഡിക്കൽ ഇൻസ്ട്രുമെന്റുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പല ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫാർമസി ഈസ് റൺ ബൈ ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റുകളായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ക്ലിയർ ആയോ? ഫാർമസി ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ന് തുടങ്ങിയത്. എത്ര സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പരിചയപ്പെട്ടു? എത്ര പഠിച്ചു? 8 8 ഏതൊക്കെയാണത്? ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോളജി, സെൻട്രൽ സ്റ്റോറേജ്, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ സോഷ്യൽ വർക്ക്, ഫിസിയോതെറാപ്പി, ഫാർമസി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 8 നമ്മൾ ഇന്ന് പഠിച്ചു. കഴിഞ്ഞ ദിവസത്തെ 2 വീണ്ടും ഒന്നുകൂടി പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് അത്രയും വരെ എത്തിയുള്ളൂ. അല്ലെങ്കിൽ ഒരു ടോപ്പിക് തീർക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീരും. ഒരു ക്ലാസ് ഫുള്ള് വേണം നിർബന്ധമില്ല. ഇനി നമുക്കത് തീർക്കാനായിട്ട് ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തിയുമായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയൊക്കെ വരിക. തീർക്കാമായിരുന്നു എനിക്ക് ഇന്നലെ നിങ്ങൾ ക്ലാസ്സിൽ വരാതിരുന്നത് കൊണ്ടാണ് അതൊരു കുഴപ്പം പറ്റിയ. അല്ലെങ്കിൽ ഇന്നത്തോടുകൂടി ഈ ചാപ്റ്റർ തീർക്കാമെന്നൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു, ബട്ട് അത് പറ്റിയില്ല. ക്ലിയർ ആയിപ്പോയി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ദിവസം എടുക്കാം. അപ്പൊ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടൊക്കെ വരാം കേട്ടാ. ഓക്കെ, ഈ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം. ഇതിടെ പോകുമ്പോ നമ്മുടെ സമയം പോകുന്നതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, ബൈ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.